ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്, അതായത് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയില്ല, സ്ലീപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർക്ക് ഒട്ടും അറിയില്ല. അവർ പറയുന്നത് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പിന്നെ ബെർണാഡ് സോളമൻ തന്നെ പറയാറുണ്ടല്ലോ, ഞാൻ 3 മണിക്കൂർ ഉറങ്ങാറുള്ളൂ, അല്ല അച്ചീവ്മെൻറ്റ് പോലെ പുള്ളി പറയുന്നത്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിൽ 3 മണിക്കൂർ ഉറങ്ങി, 1 മണിക്കൂർ ഫുഡ് ഉണ്ടാക്കി, ബാക്കി 20 മണിക്കൂറും പണിയെടുത്തിട്ട് ഞാൻ വർക്കൗട്ടും ചെയ്താണ് ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിനക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നിനക്ക് കേരളത്തിലൊരു മനുഷ്യന് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. 3 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയിട്ട് ഇതേപോലെ വർക്കൗട്ടും ചെയ്തിട്ട് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തരി ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, തലയ്ക്കകത്തൊരു വെളിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലവരിത് ചലഞ്ചായിട്ട് ചെയ്യും. ഇപ്പോൾ അർജുൻ എംപിയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലും പുള്ളി എന്തോ ചെയ്തിട്ടുണ്ട്, ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്നവൻ 10,000 രൂപ വിൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരം. ഒരിക്കലും അങ്ങനെ ഒരു ചലഞ്ച് വെക്കാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് 8 മണിക്കൂർ ഉറങ്ങണം അങ്ങനെയല്ല പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ പെട്ടെന്ന് ഉറങ്ങാം, എത്ര മണിക്കൂർ ഉറങ്ങണം, NREM REM അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, അതോടൊപ്പം തന്നെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കുള്ള സൊല്യൂഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ വീഡിയോയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി, അതാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഉറങ്ങുന്ന മാസമാണ്, അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണെന്ന് കരുതുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആദ്യം സ്ലീപ്പിൻ്റെ എവല്യൂഷണറി മിസ്റ്ററി നോക്കാം. നിങ്ങളൊരു കേവ് മാനാണെന്ന് ഇമാജിൻ ചെയ്യുക. കേവ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണെന്ന് ഇമാജിൻ ചെയ്യുക. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇന്നത്തെ കാലത്ത് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരു വീട്ടിലൊരു ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന പോലെയല്ല ഗുഹയിൽ കിടന്നുറങ്ങുന്നത്. അപ്പം ഞാനിവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്ന് ഉദ്ദേശിച്ചത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ മറ്റുള്ള പ്രഡേറ്റേഴ്സ് ആക്രമിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് നമ്മുടെ ചിൽഡ്രൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എവല്യൂഷൻ്റെ പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അല്ലേ? അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലീപ്പിനെ എന്തുകൊണ്ട് എവല്യൂഷൻ റിമൂവ് ചെയ്തില്ല? എന്തുകൊണ്ട് ഉറക്കത്തിനെ എവല്യൂഷൻ എടുത്ത് കളഞ്ഞില്ല? കാരണം നിങ്ങൾക്കറിയാം, എവല്യൂഷണറി ബയോളജി അനുസരിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പയ്യെ റിമൂവ് ചെയ്യും, എന്നാലേ ഒരു മനുഷ്യന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു സ്പീഷ്യസിനും അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം എലിമിനേറ്റ് ആവണം, എന്നാൽ മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ. അപകടകാരിയായ സാധനം അവിടെ ഉള്ളപ്പോൾ സ്പീഷ്യസിന് സർവൈവ് ചെയ്യാമല്ല, അത് എക്സ്റ്റിൻ്റ് ആവും. പാറ്റ, മീൻ, തേനീച്ച, തവള, ഈച്ച, അങ്ങനെ പറഞ്ഞ സകല സ്പീഷ്യസും ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ഉറക്കം ആദ്യം വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഉണർവ് വന്നത്. നമ്മളല്ലാതെ വിചാരിക്കും ഉണർന്നിരിക്കുന്നതാണ് നോർമൽ, സ്ലീപ്പാണ് ബ്രേക്ക് എന്ന്, സ്ലീപ്പാണ് ഒരു ഇടവേള എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ എവല്യൂഷണറി ബയോളജി അനുസരിച്ച് അത് ഓപ്പോസിറ്റാണ്. സ്ലീപ്പാണ് ഡിഫോൾട്ട് സ്റ്റേറ്റ്, സ്ലീപ്പാണ് നോർമൽ സ്റ്റേറ്റ്, ഉണർന്നിരിക്കുന്നതാണ് സ്ട്രെസ്ഫുൾ സ്റ്റേറ്റ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഒരുപാട് പഠനങ്ങൾ നടത്തി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഒരു മൃഗവും, അതായത് സിംഹമോ പട്ടിയോ പൂച്ചയോ ഒന്നും അവരുടെ ഉറക്കം കളഞ്ഞ് വേറെ ഒരു പരിപാടിക്കും പോകാറില്ല. അപ്പോൾ മനുഷ്യന്മാർ മാത്രമാണ് ഉറക്കം മനഃപൂർവ്വം ഒഴിവാക്കുന്നത്. ബാക്കി എല്ലാ മൃഗങ്ങളും കൃത്യമായിട്ട് കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങാറുമുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നത് ഏറ്റവും സ്റ്റുപ്പിഡായിട്ടുള്ള സ്പീഷ്യസ് മനുഷ്യന്മാരാണ്. കാരണം ഉറക്കത്തിൻ്റെ വില മനുഷ്യനെ അറിയില്ല. ഉറങ്ങാതിരിക്കുന്ന ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ് മനുഷ്യന്മാർ കാണുന്നത്. ഉറക്കം കുറച്ചിട്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഉറങ്ങാൻ നേരത്തെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് വിചാരിക്കും ഉറങ്ങാൻ നേരത്ത് ബ്രെയിൻ സ്വിച്ച് ഓഫ് ആവുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ബ്രെയിൻ ഏറ്റവും കൂടുതൽ ബിസി ആവണത്, അതായത് നമ്മുടെ തലച്ചോറ് ഏറ്റവും കൂടുതൽ ബിസി ആവണത് നമ്മൾ ഉറങ്ങാൻ നേരത്താണ്. ഇതിന് മൊത്തം 2 തരം സ്ലീപ്പ് ഉണ്ട്. ഒന്ന് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, 2 റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. നമ്മൾ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൽ നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുകയും റാപ്പിഡ് ഐ മൂവ്മെൻറ്റിലാണ് നമ്മൾ കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്യുന്നത്. നമുക്കാദ്യം നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിലോട്ട് പോകും. അപ്പോൾ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ കണ്ണ് ആ സമയത്ത് അധികം ചലിക്കില്ല, അനങ്ങില്ല. നോൺ റാപ്പിഡായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അപ്പോൾ നമ്മൾ ഡേ ടൈം പഠിക്കുന്നതും കേൾക്കുന്നതും ടെമ്പററി ആയിട്ട് ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ തലച്ചോറിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റോറേജിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറി സ്റ്റോർ ആവുകയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടെമ്പററി മെമ്മറി ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ ഈ ലോങ് ടേം മെമ്മറി അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ മെമ്മറി ഇമ്പ്രൂവ് ആവുന്നു.
അപ്പോൾ കുറേ പേര് മണ്ടത്തരം ചെയ്യും. കുറേ പേര് പരീക്ഷയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം മൊത്തം ഇരുന്ന് പഠിക്കും. എന്നിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകും. പക്ഷേ പഠിച്ചത് ഭൂരിഭാഗം കാര്യങ്ങളും വലിയതായിട്ട് ഓർമ്മയുണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉറക്കമാണ് തീരുമാനിക്കണേ എന്തൊക്കെയാണ് ബ്രെയിൻ സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ബ്രെയിൻ സ്റ്റോർ ചെയ്യില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റോർ ആവുകയും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് സ്കൂൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് ഉറങ്ങുക. മിനിമം 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉണർന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഭയങ്കര വേസ്റ്റ് ആവും. ഇനി ബാക്കി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ബാക്കി REMലോട്ട് റാപ്പിഡ് ഐ മൂവ്മെൻറ്റിലോട്ട് കിടക്കാം. ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 90 to 110 മിനിറ്റാണ്. അപ്പോൾ കുറേ പഠനങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് 4 തൊട്ട് 6 വരെ സ്ലീപ്പ് സൈക്കിൾ വേണം. 4 ഒരു കാരണവശാലും കുറയരുത്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് ആണ്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് 25%, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് 75% ഉണ്ടാവുന്നത്, നമ്മൾ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ റിക്കവറി, പിന്നെ ടിഷ്യൂ റിപ്പയർ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ എനർജി കൺസർവേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ എനർജി കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മുടെ ബോഡി വളരെ ലോ ആയിട്ടുള്ള എനർജി യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അടുത്ത ദിവസം നമുക്ക് കൂടുതൽ എനർജി ലഭിക്കും. പിന്നെ അടുത്ത് നമുക്ക് REM സ്ലീപ്പിലോട്ട് പോകും. REM എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഐ മൂവ്മെൻറ്റ് റാപ്പിഡ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ബ്രെയിൻ എങ്ങനെയാണോ, നമ്മുടെ തലച്ചോറ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും ഈ REMൽ സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്വപ്നങ്ങൾ വരും, ഒരുപാട് സ്വപ്നങ്ങൾ വരും ആ സമയത്ത്. അപ്പോൾ സ്വപ്നങ്ങൾ വന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് നടന്നു പോകാതിരിക്കാനും നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പററി ആയിട്ട് പാരലൈസ് ആവും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റും കൂടുന്ന സമയത്ത് ഇറഗുലർ ആയിരിക്കും. ഈ സമയത്ത് ബ്രെയിൻ കൂടുതൽ പ്രോസസ് ആവും, ഡേ ടൈമിന് വേണ്ടി ഇൻഫോർമേഷൻ സേവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ REM സ്ലീപ്പും NREM സ്ലീപ്പും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിയിരിക്കണം. സോ നമ്മൾ 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. സ്ലീപ്പാണ് നമ്മുടെ അമിഗ്ദലനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ തലച്ചോറിൽ അമിഗ്ദലയുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അമിഗ്ദല ഒരു ഇമോഷണൽ അലാറം സിസ്റ്റമാണ്. അതായത് ഫിയർ, ആങ്കർ, അതായത് ദേഷ്യം, പേടി, ത്രെറ്റ് ഡിഡക്ഷൻ, അതൊക്കെ ഇതിൽ നിന്നാണ് വരുന്നത്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ റാഷണലായിട്ട് തിങ്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനും പിന്നെ സെൽഫ് കൺട്രോളിനൊക്കെ കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ ഈ REM സ്ലീപ്പിൽ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ സർക്യൂട്ടോടെ റീസെറ്റ് ആവും. അങ്ങനെ റീസെറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമുക്ക് ഡേയിലുണ്ടാകുന്ന എക്സ്പീരിയൻസ് കാമായിട്ട് പ്രോസസ്സ് ചെയ്യും. അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ REM സ്ലീപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, അതിനെ ലോവർ ചെയ്യും. അപ്പോൾ ഈ REM സ്ലീപ്പ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും. കാരണം നമുക്ക് മര്യാദയ്ക്ക് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അമിഗ്ദല 60% റിയാക്റ്റീവ് ആവും, കൂടുതൽ റിയാക്റ്റീവ് ആവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അമിഗ്ദലയാണ് കൂടുതലും ഈ ത്രെട്ടിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ നമ്മൾ കൂടുതൽ പേടിക്കാൻ തുടങ്ങും. പിന്നെ അമിഗ്ദല കൂടുതൽ ഓവർ റിയാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവും, കൂടുതൽ നമുക്ക് ദേഷ്യം വരും. പിന്നെ അതോടൊപ്പം തന്നെ അറിയാലോ, മോർ സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് നമുക്ക് മര്യാദയ്ക്ക് ഉറക്കമില്ലെങ്കിൽ ഡിപ്രഷനും ആൻസൈറ്റിയും സൂസൈഡൽ തോട്ട്സും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. 2013 സയൻറ്റിസ്റ്റ് ഒരു സിസ്റ്റം കണ്ടുപിടിച്ചു, ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ് ഒരു സ്റ്റഡീസിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയത് നമ്മൾ ഉറങ്ങാൻ നേരത്തെ നമ്മുടെ തലച്ചോറിലെ സെൽസ് 60% ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. അതിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതുവഴി കടത്തി വിടുകയും അത് ടോക്സിസിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യും, ഫ്ലഷ് ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് പ്രഷർ വാഷ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്താണ്. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാതിരുന്നവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിൻസ് അവിടെ കെട്ടിക്കിടക്കും, ഫ്ലഷ് ഔട്ട് ചെയ്യപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ അൾഷിമേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സ്ലീപ്പും അൾഷിമേഴ്സും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്, കാരണം മറ്റേപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരിക്കും. നമുക്ക് ഇനി കുറച്ച് രസകരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ സയൻറ്റിഫിക്കലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചത്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റാണത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ സയൻറ്റിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 16 പേരെ സെലക്ട് ചെയ്തു. ഹെൽത്തി ആയിട്ടുള്ള 16, ഒരു അസുഖവും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള 16 പേരെ സെലക്ട് ചെയ്തു. അതിൽ 8 പേരോട് 8 മണിക്കൂർ ഉറങ്ങാൻ പറയുകയും ബാക്കിയുള്ള 8 പേരോട് 4 മണിക്കൂർ ഉറങ്ങാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഉറങ്ങിയവരിലും ഭൂരിഭാഗം ആളുകൾക്കും
പ്രീ ഡയബറ്റിക്സ് വന്നു, അതായത് ഷുഗർ വരുന്നതിന് മുന്നുള്ള കണ്ടീഷനിൽ അത് വന്നു. ബാക്കി 8 മണിക്കൂർ ഉറങ്ങിയവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉറങ്ങാതിരുന്ന ഒരു ടീനേജറാണ്. പുള്ളിയുടെ പേര് റാൻഡി ഗാർഡ്നർ എന്നാണ്. പുള്ളിക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് പുള്ളി എക്സ്പെരിമെൻറ്റ് ചെയ്തത്. പുള്ളി ഉറങ്ങാതിരുന്നത് 11 ദിവസവും 24 മിനിറ്റുമാണ്. അപ്പോൾ റാൻഡി ഗാർഡ്നർ ഈ 11 ദിവസവും ഉറങ്ങാതിരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം ചെറുതായിട്ട് വിഷൻസ് ബ്ലറാവാൻ തുടങ്ങി, കാഴ്ച ബ്ലറാവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ടച്ച് ഫെയിലാവാൻ തുടങ്ങി തൊടുന്നത്. മൂന്നാമത്തെ 4-ാമത്തെ ദിവസം ആകുമ്പോൾ ഇത് ഭയങ്കര വേസ്റ്റ് ആവുകയാണ്. 3-ാമത്തെ 4-ാമത്തെ ദിവസം എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. ഈ കോർഡിനേഷൻ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചായക്കപ്പ് എടുക്കാൻ, അതൊരു കോർഡിനേഷനാണ്. അപ്പോൾ അതുപോലും കറക്റ്റായിട്ട് പറ്റുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ് വരുന്നു. പിന്നെ അധികം കേൾക്കാൻ പറ്റുന്നില്ല, രുചിയൊന്നും വലുതായിട്ട് അറിയാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് സ്മെല്ലും കിട്ടുന്നില്ല. ഡേ 4 and 5 ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൂടുതൽ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ഡെലൂഷണലായി. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൈറ്റ് ക്ലബ്ബിലെ നെറേറ്റർ ചെയ്യുന്ന പോലെ കറക്റ്റാണ്. ഫൈറ്റ് ക്ലബ്ബിലെ നെറേറ്റർ ഇൻസോംനിയ ഉള്ളൊരു വ്യക്തിയാണ്, ഉറക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഹാലൂസിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ ദിവസം ഡേ 11 ആയപ്പോൾ പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല. അതായത് ആരെങ്കിലും ഒരു മാത്സ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ചൊക്കെ പറയും, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നേ, എന്നെ ഇതിനെ നിങ്ങളിവിടെ വിളിച്ചിരുത്തിയേ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇതിനെ ഒഴിവാക്കി, ഈ സ്ലീപ്പിനെ ഒഴിവാക്കി. അതായത് അധികം ദിവസം ഉറങ്ങാതിരിക്കുന്ന ഒരു വേൾഡ് റെക്കോർഡ് അത് ഒഴിവാക്കി. കാരണം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ആളുകൾ. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, ഫാറ്റൽ ഫെമിലിയൽ ഇൻസോംനിയ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കണ്ടീഷനുള്ളവരെ മറ്റേ റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റുകളും ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് അധികം ഉറക്കമില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ 12 തൊട്ട് 18 മാസത്തിനുള്ളിൽ ഇവർ തട്ടിപ്പോവും, മരിച്ചു പോകും. ഇനി അടുത്ത് നമുക്ക് സർക്കേഡിയൻ റിതത്തിലോട്ട് പോകാം. ഇതും കൂടി മനസ്സിലാക്കിയാലേ ബാക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ സർക്കേഡിയൻ റിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക്. നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഹൈപ്പോതലാമസിൻ്റെ അകത്ത് ഒരു ക്ലസ്റ്ററുണ്ട്. ക്ലസ്റ്ററിൻ്റെ അകത്ത് 20,000 ന്യൂറോൺസ് ഉണ്ട്. അതിനെ പറയുന്നതാണ് സുപ്രാ ക്യാസ്മാറ്റിക് ന്യൂക്ലിയസ്, SCN. നമ്മുടെ കണ്ണുകളുടെ അകത്തുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് മറ്റേ ഡേ ലൈറ്റ് ഒബ്സർവ് ചെയ്തിട്ട് സിഗ്നൽ SCN സിഗ്നൽ കൊടുക്കും. അതായത് രാത്രിയാണോ പകലാണോ എന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് സിഗ്നൽ കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കരൾ, ഹൃദയം, ദഹന വ്യവസ്ഥ എന്നിവയിൽ ഉടനീളമുള്ള പെറിഫറൽ ക്ലോക്ക് ഉണ്ട്, അതിലെ സമയം സെറ്റ് ചെയ്യും. അത് ഈ SCN ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് സൺലൈറ്റ്, അതായത് നമ്മുടെ സൺലൈറ്റ്, ആ വെളിച്ചം നമ്മുടെ കോർട്ടിസോൾ കൂട്ടും. കോർട്ടിസോൾ കൂട്ടുമ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കും, നമ്മൾ കൂടുതൽ അലേർട്ടാവും. അതേപോലെ തന്നെ ഇരുട്ടാവുമ്പോൾ നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് മെലോട്ടോണിൻ റിലീസാവും. അപ്പോൾ മെലോട്ടോണിൻ റിലീസാകുമ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കും, നമ്മൾ കൂടുതൽ ഉറങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് വരും. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഡേ ടൈം കൂടുതലാവുകയും നൈറ്റ് ടൈം കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഉറങ്ങാതെ ഭക്ഷണം കഴിക്കുന്നതും ഡേ ടൈം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ആ സെയിം മീൽ നമ്മൾ ഡേ ടൈം കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് കുറഞ്ഞ അളവിൽ ഇൻസുലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതേസമയത്ത് രാത്രിയാകുമ്പോഴോ കൂടുതൽ ഇൻസുലിൻ്റെ ആവശ്യം വരും. അങ്ങനെ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഇത് സ്ഥിരമാകുമ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ വലിയതായിട്ട് വർക്കൗട്ട് ചെയ്യാതെ വെയിറ്റൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡൈജഷൻ എൻസൈംസും. അതുകൊണ്ടാണ് ഡേ ടൈം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ദഹിക്കുന്നതും രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ദഹിക്കാതെ പോകുന്നു. കുറച്ച് പാടാണ് ദഹിക്കാനായിട്ട്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ എവല്യൂഷൻ അനുസരിച്ച് നമ്മൾ മനുഷ്യന്മാർ ഉറങ്ങേണ്ടത് രാത്രിയാണ്, അല്ലാതെ ഡേ ടൈം അല്ല, നൈറ്റ് ടൈമാണ് ഉറങ്ങേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉറങ്ങാം, ഏത് സമയത്താണ് ഉറങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ഉറങ്ങേണ്ട ഏറ്റവും നല്ല സമയം സയൻറ്റിസ്റ്റുകൾ പറഞ്ഞേക്കുന്നത് രാത്രി 10 തൊട്ട് രാവിലെ 6 മണി വരെ. ഇനി അത് രാത്രി 9 ആയാലും കുഴപ്പമില്ല, 9 മണി തൊട്ട് രാവിലെ 5 മണി ആയാലും കുഴപ്പമില്ല, കൃത്യം 8 മണിക്കൂർ കിട്ടിയിരിക്കണം. അപ്പോൾ ഉറങ്ങേണ്ടത് എപ്പോഴും നൈറ്റ് ടൈമാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കോർ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നത് രാവിലെ 4 മണി തൊട്ട് 5 മണി വരെ ആ സമയത്താണ്. ആ സമയത്ത് ഡ്രോപ്പ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിരിക്കണം. രാത്രി 3 മണി വരെ മൊബൈൽ നോക്കിയിട്ട് കിടന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ആ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ കോർ ടെമ്പറേച്ചർ ലോ ആവില്ല. അങ്ങനെ ലോ ആവണം എന്നുകൊണ്ട് നിങ്ങൾ 10 മണിക്ക് തന്നെ കിടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി എങ്ങനെ പെട്ടെന്ന് ഉറങ്ങാൻ നമുക്ക് നോക്കാം. പെട്ടെന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കണം. നൈറ്റ് ടൈം നമ്മൾ ബെഡിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഉറക്കം വരില്ല. ബ്ലൂ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ, ഈ ബെഡിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നത് നിർത്തണം. പിന്നെ റൂം നല്ല ഡാർക്ക് ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം,
കാപ്പി കുടിക്കുന്നതും ചായ കുടിക്കുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വരും. രാവിലെ കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഉച്ച കഴിഞ്ഞ് കുടിക്കരുത്. ഉച്ച കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോഴാണ് നമുക്ക് പണി പാളുന്നത്. കാരണം രാത്രി ഉറക്കം കിട്ടില്ല. രാത്രി നമുക്ക് കൂടുതലും മൊബൈൽ നോക്കിയിരിക്കാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചായയും കാപ്പിയും കുടിക്കാതിരിക്കുക. കഫെയിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. രാവിലെ നിങ്ങൾ കുടിച്ചോ കുഴപ്പമില്ല. കാരണം കുറേ പഠനങ്ങളിൽ പറയുന്നത് കഫെയിൻ കുടിച്ചാൽ കുറേ പേർക്ക് 8 തൊട്ട് 12 മണിക്കൂർ വരെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ റൂം കൂൾ ചെയ്യുക, അതായത് തണുത്തിരിക്കണം റൂം. ഇപ്പോൾ AC യിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ജനാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിടാം. പിന്നെ മൊബൈൽ നോക്കിയേ പറ്റുള്ളൂ എന്ന് നിർബന്ധമുള്ളവർ മൊബൈൽ നോക്കുക, പക്ഷേ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറയ്ക്കുക, ഡാർക്ക് മോഡ് ഇടുക. അതേപോലെ തന്നെ ഈ ബ്ലൂ ലൈറ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ആപ്സ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് മാക്സിമം കുറയ്ക്കാം മൊബൈലിൽ. എന്നിട്ട് നിങ്ങൾ ഗെയിമൊന്നും കളിക്കാതിരിക്കുക. ദയവ് ഇത് ഗെയിം കളിക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കരുത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് ഉറക്കം വരില്ല. നമ്മളിങ്ങനെ ഈ ഡൂം സ്ക്രോളിങ്ങിലോട്ട് പോകും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് പോഡ്കാസ്റ്റുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതിരുന്ന് കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കാണാം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഉറക്കം വന്ന് വന്നേക്കാം. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. മെയിൻ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമൈൻ ബൂസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ കാണാതിരിക്കുക. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പമൈൻ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും, നമുക്ക് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതേപോലെ തന്നെയാണ് സിനിമ കാണുമ്പോഴും സീരീസ് കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും. ഇപ്പോൾ ഒരു സീരീസ് കാണാൻ തന്നെ വെക്കുക, ഒരു സീസണിൽ ഒരു എപ്പിസോഡ് കാണുന്നു, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത കൂടി കാണാൻ തോന്നും, സസ്പെൻസ് കാരണം. പിന്നെ അടുത്ത കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇങ്ങനെ കൂടി കാണാൻ തോന്നും. അങ്ങനെ ഓരോ എപ്പിസോഡും കണ്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കും, സമയം പോകണം അറിയില്ല. പിന്നെ ഒരു 12 മണിയാകുമ്പോൾ എന്തായാലും ഇത്ര സമയമല്ലോ, ഇനി അടുത്തേയും കൂടി എപ്പിസോഡ് കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ 2 മണിയാവും. അപ്പോൾ 2 മണിയാകുമ്പോൾ എന്തായാലും ഇത്ര സമയമല്ലോ, ഇനി അടുത്തേയും കൂടി എപ്പിസോഡ് കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ 4 ആവും, 4, 6 ആവും. അങ്ങനെ ആ ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഉറങ്ങാതിരിക്കുന്നവരെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുമുണ്ട്. പിന്നെയുള്ള ഈ ഉറക്കം വരാനുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് വീഡിയോസ് ആസ്ട്രോണമി വീഡിയോസാണ്. അതായത് ഈ ഭൂമി, സൂര്യൻ, പ്ലാനറ്റ്സ്, യൂണിവേഴ്സ്, ഇതിനെക്കുറിച്ചുള്ള ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. കേൾക്കാനും രസമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബോറിങ് എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ അടുത്തത്, എനിക്കിപ്പോൾ തന്നെ ഉറങ്ങിയേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഒന്നും ചിന്തിക്കാതെ റിലാക്സ് ആയിട്ട് കിടക്കുക, നന്നായിട്ട് ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക, അതേപോലെ തന്നെ എക്സേൽ ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യങ്ങളും ആലോചിക്കാതിരിക്കുക. പിന്നെയുള്ള ടെക്നിക്ക് മൊബൈലിന് പകരം ബുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോറി ബുക്ക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡയറി ഓഫ് എ വിംബി കിഡ് എന്നൊക്കെ പറഞ്ഞ് ബുക്കുകളുണ്ട്. അതൊക്കെ കുറച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. ഇൻട്രസ്റ്റിംഗ് ആയാൽ പോലും ഉറക്കം വരും. ബുക്കിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കുറച്ച് വായിക്കുമ്പോൾ ഉറക്കം വരും. പിന്നെ അതിനെക്കാട്ടും വലിയൊരു എഫക്റ്റീവ് വേറെ മാത്രം കൂടി ഉണ്ട്. ഇപ്പോൾ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ LLB പഠിക്കുകയാണല്ലോ, ലോ ബുക്സിൽ ഏതെങ്കിലും ഒരു ബുക്കിരുന്ന് വായിക്കും. എൻ്റെ മുന്നേ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഉറങ്ങിപ്പോവും, കാരണം അത്രയും ബോറിംഗ് ആണ്. പിന്നെ ഡിന്നർ 2-3 മണിക്കൂർ, ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുന്നേ കഴിക്കാൻ ശ്രമിക്കാം. ഇപ്പം നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ രാത്രി 7 മണിക്ക് ഡിന്നർ കഴിക്കുക, 7 മണിക്കുള്ളിൽ കഴിക്കുക. അത് 6:30 ആയാലും കുഴപ്പമില്ല. ഡിന്നർ നമ്മൾ എത്ര നേരത്തെ കഴിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങും, ഉറപ്പായിട്ട് ഉറങ്ങും, പെട്ടെന്ന് തന്നെ ഉറങ്ങും. ഇനി അടുത്ത് രാത്രി ജോലിക്ക് പോകുന്നവർ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അവർക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. അതായത് ചിക്കൻ ബിരിയാണി, പൊറോട്ട അതുപോലൊന്നും കഴിക്കരുത്. രാത്രി വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക, വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ്. വിശപ്പ് മാറാൻ വേണ്ടി മാത്രം കഴിക്കുക, വയർ നിറച്ച് കഴിക്കരുത്. അപ്പോൾ ഞാനതിൻ്റെ കോർ റീസൺ പറഞ്ഞു പോകാം. നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പകൽ ഫുഡ് കഴിക്കാനും രാത്രി നന്നായിട്ട് ഉറങ്ങാനുമാണ്. ഈ നാച്ചുറൽ സിസ്റ്റം, നേരത്തെ പറഞ്ഞ പോലെ സർക്കാഡിയൻ റിതം നമ്മൾ തെറ്റിക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. അപ്പോൾ പകലും രാത്രി നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. പകലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി എനർജി യൂസ് ചെയ്യാൻ റെഡിയാണ്. ഇൻസുലിൻ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. കഴിക്കുന്ന ഫുഡിലെ ഗ്ലൂക്കോസ് കോശങ്ങൾ ഈസി ആയിട്ട് വലിച്ചെടുക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ രാത്രി റിപ്പയർ മോഡാണ്. ബോഡി ആണെങ്കിൽ വിശ്രമിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും. അതായത് ഷുഗർ കൈകാര്യം ചെയ്യാൻ ബോഡിക്ക് ഭയങ്കര മടിയുള്ള സമയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാത്രി നന്നായിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാത്രി ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ആ ഫുഡ് കൈകാര്യം ചെയ്യാൻ പാങ്ക്രിയാസിന് ഓവർ ടൈം പണിയെടുത്ത് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരുന്നു. പിന്നെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ നല്ല രീതിയിൽ കൂടുന്നു. ഉറക്കം കുറയുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ കൂടും. ഇത് ബ്ലഡിൽ ഷുഗർ ലെവൽ വീണ്ടും കൂട്ടും. പിന്നെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ പാങ്ക്രിയാസ് ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കി വിടുമെങ്കിലും കോശങ്ങൾ അതിനെ വലിയായിട്ട് മൈൻഡ് ചെയ്യാതെയാവും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിൽ ഇൻസുലിൻ എപ്പോഴും കൂടി നിൽക്കുമ്പോൾ ബോഡി അധികമുള്ള ഷുഗറിനെ വയറിന് ചുറ്റും ഫാറ്റായി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ കൊഴുപ്പ് ഇൻഫ്ലമേഷൻ കൂട്ടി പ്രശ്നം ഒന്നും കൂടി വഷളാക്കും. അപ്പോൾ വർഷങ്ങളോളം ലേറ്റ് നൈറ്റ് ഫുഡും ഉറക്കമില്ലായ്മയും തുടരുമ്പോൾ ഈ സൈക്കിൾ പ്രീ ഡയബറ്റീസിലേക്കും പിന്നീട് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് എത്തും.
അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് പകൽ സമയത്ത് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഡയബറ്റീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ഫുഡും ഡേ ടൈം കുറച്ച് കൂടുതൽ ഫുഡും കഴിക്കുന്നതാണ് നല്ല, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ പിന്നെ ഡേ ടൈം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബാത്ത് ചെയ്യുക എന്നുള്ളതാണ്. ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതായത് ഒരു 30 to 40 ഡിഗ്രി വരുന്ന വെള്ളത്തിൽ കുളിക്കുക. എന്നിട്ട് സോക്സ് വല്ലതും ഇട്ടിട്ട്, കാല് സോക്സ് ഇടുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതൊരു ടെക്നിക്കാണെന്നാണ് കുറേ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ ചെയ്തു നോക്കുക. കാല് വാമാക്കി വയ്ക്കുക. പിന്നെ റൂം ടെമ്പറേച്ചർ കൂളാക്കുക. റൂം ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചർ കൂളാക്കുക. AC ഇല്ലാത്തവരാണെങ്കിൽ ജനാല തുറന്നിട്ടിട്ട് കർട്ടൻ ഇട്ടാലും നല്ലതായിരിക്കും. ജനാല തുറന്നിട്ടാൽ ലൈറ്റ് ഒരുപാട് അകത്തോട്ട് കയറും. ജനാല തുറന്നിട്ടിട്ട് കർട്ടൻ ഇടുക. ഡാർക്ക് കർട്ടൻ വാങ്ങിക്കുക, മറ്റേ ബ്ലാക്ക്, നല്ല തിക്ക് കട്ടി ബ്ലാക്ക് കളറുള്ള കർട്ടൻസ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റൂം കൂളാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം മാക്സിമം ഡാർക്കാക്കാം. രാത്രി എങ്ങനെയാണോ നിങ്ങളുടെ റൂം കാണാനിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഡേ ടൈം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡാർക്ക് കർട്ടൻസ് വാങ്ങിച്ചിടുക. പിന്നെ ഐ മാസ്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഐ മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനാണ് ഐ മാസ്ക്. ഇത് നിങ്ങൾ മറ്റേ ഐസിൻ്റെ അവിടെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ അതേപോലെ തന്നെ ഇയർ പ്ലഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അതിട്ടാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉറക്കവും വരും. പിന്നെ അടുത്തെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങുക. അതായിരിക്കണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. അല്ലാതെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇല്ലെങ്കിൽ ലുലുമാളിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കറങ്ങിയിട്ട് പിന്നീട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കരുത്. അതൊരിക്കലും നടക്കില്ല. അങ്ങനെ ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ നമുക്ക് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിന് മുന്നേ മാത്രം കാപ്പി കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഷിഫ്റ്റിൽ ഇരിക്കാൻ നേരത്ത് കാപ്പി കുടിക്കരുത്. കാരണം 8 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ഈ എഫക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറങ്ങാൻ പറ്റില്ല നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റിന് മുന്നേ കാപ്പി കുടിക്കുക. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൻ്റെ സമയത്ത് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ പഴം, ആപ്പിള്, പിന്നെ ഈ ഓറഞ്ച് ഒരെണ്ണം വെച്ചിട്ടല്ല, അല്ല ഓറഞ്ച് വെച്ചാൽ 3-4 ഓറഞ്ചല്ല, അങ്ങനെ ഒരെണ്ണം വെച്ച് കഴിക്കുക. ഏതെങ്കിലും ഇപ്പം നട്ട്സ് ആയാലും, ഇപ്പോൾ ബദാം ആണെങ്കിൽ ഒരു 8 എണ്ണം മാക്സിമം, ഈന്തപ്പഴമാണെങ്കിൽ ഒരു 2-3 എണ്ണം, അതിൽ കൂടുതൽ കഴിക്കരുത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. പിന്നെ എനിക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് നിങ്ങൾ എങ്ങനെയും ഒഴിവാക്കാൻ നോക്കുക. കാരണം ഒരുപാട് വർഷങ്ങളോളം നൈറ്റ് ഷിഫ്റ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് പഠനങ്ങളത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര തന്നെ നോക്കിയാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും, കുഴപ്പമില്ല. മറ്റേ പെട്ടെന്ന് ഡയബറ്റീസ് വരാത്ത രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഒരുപാട് വർഷങ്ങൾ, അതായത് ഒരു 10-12 വർഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മാക്സിമം സ്ലീപ്പ് ഡെപ്റ്റ് വരാതിരിക്കാൻ നോക്കുക. സ്ലീപ്പ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ സ്ലീപ്പിൻ്റെ കടം, ഡെപ്റ്റ് എന്ന് വെച്ചാൽ കടം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂറാണ് ഉറങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസം 6 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ കടം വരുന്നത് 2 മണിക്കൂറാണ്. ഇനി അടുത്ത ദിവസം നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ കടം വരുന്നത് വീണ്ടും 2 മണിക്കൂർ. അപ്പോൾ 2 + 2 4 അപ്പോൾ അത് വരാതെ നോക്കാം. മാക്സിമം 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ സ്ലീപ്പ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കുറേ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ അതൊരു വലിയൊരു പണിയാവും. ഡയബറ്റീസ് വരും, ഹെൽത്ത് പ്രോബ്ലംസ് വരും, ഹാർട്ട് ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ലീപ്പ് ഡെപ്റ്റ് ഇപ്പോൾ കൂടി കിടക്കുക. ഇപ്പോൾ 8 മണിക്കൂർ സ്ലീപ്പ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറങ്ങി തീർക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങണം, കാച്ചപ്പ് ചെയ്യണത്. അപ്പോൾ ചില റെയർ കേസസിൽ ചിലർക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയായിരിക്കും. അപ്പോൾ അവരെ നിങ്ങൾ വിടുക. കാരണം അത് വളരെ റെയർ കേസസാണ്. എല്ലാവരും അതുപോലെ റെയർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ചിലവരെന്തുകൊണ്ടാണ് റെയർ ആയിരിക്കുന്നതെന്നുള്ള സയൻറ്റിഫിക്കൽ റീസൺ ഞാൻ പറഞ്ഞു പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു പോയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിട്ട് ചിലർക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കുറേ പേർക്ക് അറിവുണ്ടാവട്ടെ. സ്ലീപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കുറേ പേർക്ക് അറിവുണ്ടാവട്ടെ. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളെ വേറെ പാർട്ടാക്കി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇത്. പിള്ളേരടക്കം കണ്ടിരിക്കണം വീഡിയോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഉറക്കത്തിന് പ്രായമില്ല. ഇപ്പോൾ പ്രായം കൂടിയവർ അധികം ഉറങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ പ്രായക്കാരും കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, നിർബന്ധമാണ്. നമുക്ക് 6 വയസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6 വയസ്സ് തൊട്ട് 12 വയസ്സുള്ള കുട്ടികൾ കൃത്യമായിട്ട് 9 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള ടീനേജേഴ്സ് 8 തൊട്ട് 10 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. പിന്നെ 19 വയസ്സ് തൊട്ട് 64 വയസ്സ് വരെ ഉള്ളവർ 7 തൊട്ട് 9 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. പിന്നെ 65 വയസ്സിന് മുകളിലുള്ളവർ പോലും 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ കുറേ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അധികം പ്രായമുള്ള ആളുകൾ ഉറങ്ങേണ്ട കാര്യമില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞ മണ്ടത്തരമാണ്. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞോ,
നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ തലച്ചോറിൽ സ്ലീപ്പ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അതേപോലെ തന്നെ മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും. അപ്പോൾ എന്ത് പറ്റും? പ്രായം കൂടിയവർ ഉറങ്ങില്ല അധികം. അപ്പോൾ കുറേ പേര് വിചാരിക്കും പ്രായം കൂടിയവർക്ക് അധികം ഉറങ്ങേണ്ട കാര്യം ഉണ്ടാവില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തില്ല. പ്രായം കൂടിയവരും 8 മണിക്കൂർ ഉറങ്ങണം, എന്നാലേ അവർക്ക് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അയച്ചു കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ട് 2 ഇനി പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.